അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 23ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സമസ്തയുടെ സമ്മേളനത്തിൻ്റെ ഒരു മൂഡാണല്ലോ. അപ്പോൾ ആ ഒരു വിഷയങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ പാഠം പഠിക്കുന്നത്. വളരെ നിഷ്പ്രയാസം നമുക്ക് പുതിയൊരു യൂസേജ് പഠിക്കാം. നമ്മൾ സമസ്തയുടെ സമ്മേളനത്തിൽ അറ്റൻഡ് ചെയ്യണം. അത് നമ്മുടെ കടമയാണ്, ധാർമ്മികമായ ഒരു കടമയാണ്. അപ്പോൾ ചെയ്യണം, അത് ചെയ്യൽ നമ്മുടെ കടമയാണ് എന്ന ഒരു ആശയം വരുമ്പോൾ നമുക്കതിനെ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നൊരു മനോഹരമായ സ്ട്രക്ചർ, അതാണ് ഇന്നത്തെ നമ്മുടെ പാഠം. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം വി ഷുഡ് പാർട്ടിസിപ്പേറ്റ്, നമ്മൾ പങ്കെടുക്കണം എന്നാണ് അർത്ഥം. അതൊരു നല്ല ഐഡിയ ആണ്, നല്ലൊരു നോർമൽ ഉപദേശമാണ്. അതേ സമയത്ത് നമ്മളവിടെ ഷുഡിൻ്റെ സ്ഥാനത്ത് ought to എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടമയാണ് അതിൽ പങ്കെടുക്കൽ എന്നുള്ളൊരർത്ഥം കിട്ടും. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിലേക്ക് നോക്കാം. ഏതാനും ഉദാഹരണങ്ങൾ നമുക്ക് ബോർഡിൽ തന്നെ കാണാൻ കഴിയും. വി ought to attend the സമസ്ത സെൻറ്റിനറി. വി ought to attend, നാം അറ്റൻഡ് ചെയ്യണം, പങ്കെടുക്കണം, അത് നമ്മുടെ കടമയാണ്. ദ സമസ്ത സെൻറ്റിനറി, സമസ്തയുടെ ശതാബ്ദി ആഘോഷം, 100ാം വാർഷികം എന്ന് നമുക്കതിന് അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് കൊടുത്തു, ദെൻ ought to എന്നുള്ള ഒരു ഓക്സിലറി കൊടുത്തു, അതിനുശേഷം വെർബ്. അതാണ് ഈ സ്ട്രക്ചറിൻ്റെ ഘടന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ വി ought to sing, നമ്മൾ പാടണം, അത് നമ്മുടെ കടമയാണ്. വി ought to drive more carefully, നാം കൂടുതൽ ശ്രദ്ധയോടുകൂടെ ഡ്രൈവ് ചെയ്യണം, അത് നമ്മുടെ കടമയാണ്. ഈ ഒരു അർത്ഥം പ്രതിഫലിപ്പിക്കാനാണ് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കേണ്ടത്. വി ought to drive more carefully, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ഡ്രൈവ് ചെയ്യേണ്ടതുണ്ട്, അത് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് എന്നൊക്കെ അർത്ഥം. വി ought to drive more carefully to കുനിയ, നമ്മൾ കുനിയയിലേക്ക് വളരെയധികം ശ്രദ്ധാപൂർവം ശ്രദ്ധയോടുകൂടെ ഡ്രൈവ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് ആശയം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു ഉദാഹരണം, പീപ്പിൾ ought to know the history of സമസ്ത, ജനങ്ങൾ സമസ്തയുടെ ചരിത്രം അറിയൽ അവരുടെ ബാധ്യതയാണ്, അറിയേണ്ടതുണ്ട്. പീപ്പിൾ എന്നുള്ളൊരു സബ്ജക്റ്റ് കൊടുത്തു, ജനങ്ങൾ എന്ന അർത്ഥത്തിന്. ought to എന്നുള്ള ഓക്സിലറി ഷുഡ് എന്നതിൻ്റെ ഏകദേശം ഒരേ അർത്ഥമാണ്. ദീസ് വേർഡ്സ് ആർ ഇൻ്റർചേഞ്ചബിൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അതായത് ഈ ought to എന്ന് പറയുമ്പോൾ ഒരു ധാർമ്മികമായ കടമ, ബാധ്യതയെ സൂചിപ്പിക്കുന്നതാണ്. മറ്റേതൊരു കേവലമായൊരു ഉപദേശം, നല്ലൊരു ഐഡിയ പറയാനൊക്കെയുള്ള ഒരു വേർഡായിട്ടാണ് ഷുഡ് എന്നുള്ളത്. എന്നിരുന്നാലും നമുക്കതിനെ പരസ്പരം മാറ്റിയും മറിച്ചും ഉപയോഗിക്കാനും കഴിയുന്നതാണ്. അടുത്തൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, യു ought to book your travel early, നിങ്ങൾ നിങ്ങളുടെ യാത്രയെ നേരത്തെ ബുക്ക് ചെയ്യൽ നിങ്ങളുടെ കടമയാണ്. യു ought to ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. യു ought to book your ticket early, നിങ്ങൾ നിങ്ങളുടെ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യൽ നിങ്ങളുടെ കടമയാണ്, അത് ചെയ്യണം എന്നുള്ള ഒരർത്ഥമാണ് നമുക്കവിടെ കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഘടനയിൽ പറയേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് സബ്ജക്റ്റ് പറയുക, അത് എന്താണോ സബ്ജക്റ്റ്, ആളുടെ പേരാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഐനോ വീനോ ഷീനോ എന്താണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം മറ്റു നമുക്ക് ഉപയോഗിക്കേണ്ട വേർഡ് എന്ന് പറയുന്നത് ought to എന്നാണ്. അതിനെ ought to എന്നുള്ള ആ ഒരു രീതിയിലാണ് ഉച്ചരിക്കുക. അതിനുശേഷം മൂന്നാമത് ഒരു വെർബ് കൊടുക്കുകയും ചെയ്യാം. ഉദാഹരണത്തിന്, നുസ്രത്ത് ought to obey that, നുസ്രത്ത് അതിനെ അനുസരിക്കേണ്ടതുണ്ട്. ഇതാണ് നമുക്കതിൽ കിട്ടാവുന്ന ഉദാഹരണത്തിൻ്റെ ഒരു അർത്ഥം. നമുക്ക് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഒബേ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നതിനുള്ള വെർബാണ്. ഫസ്റ്റ് സബ്ജക്റ്റ് ഒരു പേര് കൊടുത്തു. സാജിദ് ഷുഡ് ഒബേ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് പറയാം സാജിദ് ought to obey, സാജിദ് അനുസരിക്കേണ്ടതുണ്ട്. ഇതാണ് അതിൻ്റെ ആ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന പേര് വെച്ചിട്ടുള്ള ഒരു സാമ്പിൾ ഉദാഹരണം അതാണ്. നമുക്ക് ഏത് പേര് വെച്ചിട്ടും അങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ഇപ്പോൾ രോഗി നിർബന്ധമായും അവരുടെ മെഡിസിൻ കഴിക്കേണ്ടതുണ്ട്. പേഷ്യൻ ought to take his medicines, പേഷ്യൻസ് ought to take his medicines. പേഷ്യൻസ് എന്ന് പറയുമ്പോൾ രോഗികൾ
പേഷ്യൻസ് ought ടു ടേക്ക് their മെഡിസിൻസ്, രോഗികൾ അവരുടെ മെഡിസിൻസ് എടുക്കേണ്ടതുണ്ട്, അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്, എടുക്കണം അവർ എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പറയാൻ പഠിച്ച ഒരു സിമ്പിളായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ഒരു ധാർമ്മികമായ കടമ, അതിനെക്കുറിച്ച് പറയാനും അതിനെ പ്രതിഫലിപ്പിക്കാനും നമ്മൾ ഉപയോഗിക്കേണ്ട വേർഡ് ഓർഡർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ought ടു പ്ലസ് വെർബ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു സ്ട്രക്ചർ എല്ലാവരും വളരെയധികം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചെടുക്കുക. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുകയും എഴുതുകയും പറഞ്ഞ് ശീലിക്കുകയും കൂടുതൽ തവണ പറഞ്ഞ് അതിനെ ഫ്ലുവൻ്റാക്കി തീർക്കുകയും ചെയ്യുക. ഇതോടെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.